ഹായ്, എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. ഏവർക്കും ഹിൽസ്റ്റ സ്റ്റഡി ടിപ്പിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് CMA ഫൗണ്ടേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പൊ CMA ഫൗണ്ടേഷന് വേണ്ടി നമ്മൾ എന്താണ് പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന് മുമ്പായിട്ട് CMA ഫൗണ്ടേഷന് ആർക്ക് ജോയിൻ ചെയ്യാമെന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് 10 ഉണ്ടല്ലോ, 10ാം ക്ലാസ് അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ CMA ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോ എക്സാം എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് +2 റിസൾട്ട് അല്ലെ +2 എഴുതി കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് നമ്മൾ പാസ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, CMA ഫൗണ്ടേഷൻ എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ CMA ഫൗണ്ടേഷന്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ 10ൽ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് പഠിത്തമൊക്കെ തുടങ്ങാം. CMA ഫൗണ്ടേഷൻ എന്താണ് +2 കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഇന്റർമീഡിയറ്റിലേക്ക് പോകുമ്പോൾ CMA ഫൗണ്ടേഷൻ മുഖേന പോവാം, കാറ്റ് മുഖേന പോവാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി കഴിഞ്ഞിട്ടും നമുക്ക് ഇന്റർമീഡിയറ്റിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് എന്താണ്, നമുക്ക് കാറ്റ് പഠിച്ച് പരീക്ഷ എഴുതി CMAയിലോട്ട് കിടക്കുന്നതാണ് നല്ലത്. CMA ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർമീഡിയറ്റിലേക്ക് കിടക്കുന്നതാണ് ബെനിഫിറ്റ് അല്ലെങ്കിൽ നല്ലതെന്ന് പറയുന്നത്. ഡിഗ്രിക്ക് പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, നിങ്ങൾ പാടായിട്ടൊരു ഡിഗ്രി കൂടി ചെയ്യുന്നു, നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മൾ CMA ഫൗണ്ടേഷൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പേപ്പേഴ്സ് എന്തോരമുണ്ട്, പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം നമുക്ക് പല കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും. CMA ഫൗണ്ടേഷന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ പേപ്പർ ഡിസ്കഷൻ എന്നൊക്കെ പറയുമ്പം നമുക്ക് എന്താണ്, പല കാര്യത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും അല്ലെ, പല ചിന്തകൾ ചിന്തിക്കേണ്ടി വരും. അപ്പൊ CMA ഫൗണ്ടേഷനെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, സ്ക്രീനിലേക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഫൗണ്ടേഷന് വേണ്ടി അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെയാണ് നമ്മളോട് പറഞ്ഞേക്കണം അല്ലേ. ക്ലാസ് 10 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാൻ പറ്റും. +2 പാസ്സായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫൗണ്ടേഷൻ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റും. eligible for the registration to the intermediate course after qualify the foundation exam. foundation exam കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർമീഡിയറ്റ് എക്സാം എഴുതാൻ വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് കഴിഞ്ഞു. ഇനി അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് 10 അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ബോർഡ് റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 10ാം ക്ലാസ്. അതുപോലെ തന്നെ എന്താണ്, പാസ് ദ സീനിയർ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ അണ്ടർ 10 +2 സ്കീം ഓഫ് റെക്കഗ്നൈസ്ഡ് ബോഡി ഓർ ആൻ എക്സാമിനേഷൻ ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് എന്നുവെച്ചാൽ +2 ഒക്കെ പാസ്സാവാ നമുക്ക് എന്താ CMA എക്സാം പാസ്സാവാൻ വേണ്ടിയൊക്കെ ആയിട്ടുള്ളത്. How candidate who have passed the qualified exam for direct admission to intermediate course are expected from the foundation courses. അതിന്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്പേഴ്സ് along with the admission form എന്താണ്, പോസ്റ്റ്പേഴ്സിന്റെ കൂടെ തന്നെ അഡ്മിഷൻ ഫോം വേണ്ടി ഏബിൾ ആയിട്ട് റീജിയൻ കൗൺസിൽ ഓഫീസിൽ കിട്ടും, അല്ലെങ്കിൽ ചാപ്റ്ററിൽ കിട്ടും, അല്ലെങ്കിൽ CMA സപ്പോർട്ട് സെന്റർ നമുക്ക് ലഭ്യമാണ്. ഓക്കെ, അപ്പം എ കാൻഡിഡേറ്റ് സീക്കിംഗ് admission as a student should submit duly filed admission form and identity card. അഡ്മിഷൻ ഫോമും അതിന്റെ കൂടെ തന്നെ ഐഡന്റിറ്റി കാർഡും നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. വിച്ച് ആർ എൻകോസ്ഡ് ഇൻ ദി പ്രോസ്പെക്ട് ടു കൺസേൺ റീജിയൻ കൗൺസിൽ ചാപ്റ്റർ നമ്മളായിരിക്കും. സ്റ്റുഡൻസ് ഫ്രം ദി ഫോറിൻ കൺട്രീസ് ആണെങ്കിൽ നമുക്ക് എന്റെ ഹെഡ് കാറ്ററി കൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കോപ്പീസ് ഓഫ് ഡോക്യുമെന്റ് ഗിവിംഗ് ദ പ്രൂഫ് ഓഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് ഏജ് ആർ ഓൾസോ ബി ഫർണിഷ്ഡ് ആയിരിക്കണം. Admission must be complete at least 4 months prior of the commitment of exam. അടുത്ത വരാൻ പോണ എക്സാമിന് 4 മാസം മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അഡ്മിഷൻ എടുത്തിരിക്കണം. CMA. A student will be issued an identification number which will be valid for 3 years along with the identity card. ഐഡന്റിറ്റി കാർഡിന്റെ ഒപ്പം തന്നെ ഐഡന്റിഫിക്കേഷൻ നമ്പർ 3 വർഷത്തേക്ക് വാലിഡിറ്റി ഉണ്ട്. അഡ്മിഷൻ ക്യാൻ ഓൾസോ ബി ടേക്കൻ ഓൺലൈൻ. നമുക്ക് അഡ്മിഷൻ എടുക്കാം ഓൺലൈൻ മുഖേന എടുക്കാം, ഈ പറഞ്ഞ സൈറ്റ് മുഖേനയും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. കട്ട് ഓഫ് ഡേറ്റ് ഫോർ അഡ്മിഷൻ ടു ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ജൂൺ എക്സാമിന് വേണ്ടിയാണ് നമ്മളെങ്കിൽ 31st ജാനുവരി ആയിരിക്കും ഉണ്ടാവുക. ഡിസംബറിലെ എക്സാമിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് ഡിസംബർ എക്സാം ആണല്ലോ, അപ്പൊ 31st ജൂലൈ വരെ ആയിരിക്കും നമുക്ക് എന്താണ് കട്ട് ഓഫ് ഡേറ്റ് പറയുന്ന അഡ്മിഷൻ. അതിന് മുമ്പായിട്ട് അഡ്മിഷൻ എടുത്തിരിക്കണം. സിലബസ് എന്തൊക്കെയാണ്, സിലബസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, സിലബസ് നമുക്ക് ഈ പറഞ്ഞ 4 സിലബസ് ആണല്ലോ അല്ലെ. ഏതൊക്കെയാണുള്ളത്, ബിസിനസ് ലോ ആൻഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന ഫസ്റ്റ് പേപ്പർ,
ഫണ്ടമെന്റ് ഓഫ് ഫിനാൻസ് ആൻഡ് ഫിനാൻസ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഏരിയ, ഫണ്ടമെന്റ് ഓഫ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തേർഡ് പേപ്പർ, ഫണ്ടമെന്റ് ഓഫ് ബിസിനസ് എക്കണോമിക്സ് ആൻഡ് മാനേജ്മെന്റ്. സിലബസ് ആർ ഇൻ കണ്ടന്റ് സെയിംസ് ആൻഡ് as a pattern of examination are subject to modification from the time to time. Reference should be made in the revised notification. എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ പരീക്ഷ സമയം നോക്കാം. അപ്പൊ ഈ ഇത്ര കാര്യങ്ങളാണുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ലോ ഉണ്ട്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പറയുന്നത് ഇംഗ്ലീഷ് ഒക്കെയാണ് കേട്ടോ. പിന്നെ എന്താണ് ഫണ്ടമെന്റ് ഓഫ് ഫിനാൻസ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ്ങും പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് വരുന്നത്. അത് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് 20 മാർക്കിനുള്ളൂ, ഇത് നമുക്ക് 80 മാർക്കിനാണ് വരുന്നത്. ബിസിനസ് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് മാത്തമാറ്റിക്സ് 40 മാർക്കിനും സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് 60 മാർക്കിനുമാണ് വരിക കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയൊക്കെയാണ് CMA ഫൗണ്ടേഷന്റെ കാര്യങ്ങൾ പറയുമെങ്കിൽ. കോച്ചിങ് ചെയ്യും ഫോർ നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റൽ ഫോർമാറ്റൊക്കെ ചെയ്യാം അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്റർമീഡിയറ്റ് കോഴ്സിന്റെ കാര്യങ്ങളാണ് നമുക്കിത് പറയുന്നത്. പിന്നെ പൊതുവെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഡൗട്ടാണ്, CMA ഫൗണ്ടേഷൻ ആർക്കും പഠിക്കാൻ പറ്റുമോ? ആർക്കും പഠിക്കാം. കൊമേഴ്സ് തന്നെ വേണമെന്നില്ല, നമുക്ക് സയൻസ് സ്ട്രീമിനാണ്, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, CMA ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. CMA ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊമേഴ്സിൽ തന്നെ പഠിക്കണം, കൊമേഴ്സിൽ പഠിക്കുന്നതാണ് നല്ലത് എന്നൊന്നുമില്ല. ഇപ്പൊ മാത്സ് ഉണ്ടായത് ചിലർ വിചാരിക്കും, കൊമേഴ്സ് ഫീൽഡ് അല്ല സയൻസ് ഫീൽഡിന് വന്ന സ്ട്രീമിന് വന്നവർക്കാണ് CMA കുറച്ചുകൂടി എളുപ്പം എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അവിടെ അക്കൗണ്ട്സും ഉണ്ട് നോക്കാട്ടെ. അപ്പം ആർക്ക് വേണമെങ്കിലും നമുക്ക് പഠിക്കാം. അപ്പം ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണ്, എനിക്ക് CMA ഫൗണ്ടേഷൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ CMA ഫൗണ്ടേഷന്റെ കാര്യത്തിലും CA ഫൗണ്ടേഷൻ ആയാലും പിന്നെ പ്രൊഫഷണൽ കോഴ്സും ഏത് തന്നെയാലും നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഏത് കോഴ്സും പഠിച്ചെടുക്കാം എന്നുള്ളതാണ്. പക്ഷെ CMA ഫൗണ്ടേഷൻ പഠിക്കുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു എന്താണ് ഒരു മെത്തേഡ് ഉണ്ട്. അപ്പം എങ്ങനെ അത് പഠിക്കണം എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ 4 പേപ്പറേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. ഓക്കെ, 4 പേപ്പറിന്റെ കേട്ടോ. നിങ്ങൾക്ക് ബോർഡ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് 4 പേപ്പർ ആണുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ, 4 പേപ്പർ ആണുള്ളതെന്ന് പറഞ്ഞു. ഈ 4 പേപ്പറിന് കൂടി നമുക്ക് വരുന്ന 200 മാർക്കിലാണ് ചോദ്യം ഉണ്ടാവുക. സോ ഓരോന്നിനും 100 മാർക്ക് വരും. സോ എന്താണ് 400ലാണ് ചോദ്യം ഉണ്ടാവുക, 400 മാർക്കിനുള്ള ചോദ്യം. ഒരു പേപ്പറിന് നമുക്ക് വരിക എന്താണ് 50 ചോദ്യമാണ്. 50 ചോദ്യം വരുമ്പോൾ എത്ര മാർക്ക് വരും? × 2 100 വരും. സോ അങ്ങനെ 4 വരുമ്പോഴാണ് 400 മാർക്ക് വരിക. അപ്പം എങ്ങനെയാണ് പാസ് വരുന്നത് വെച്ചാൽ പേപ്പർ 1 40 മാർക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവണം, പേപ്പർ 2 40 മാർക്ക് ഉണ്ടാവണം, പേപ്പർ 3ക്കും പേപ്പർ 4നും എന്താണ് ഈ 40 മാർക്ക് തന്നെ വേണം. അപ്പൊ എത്ര മാർക്ക് ഉണ്ടാവും? നമുക്ക് 160 മാർക്ക് ഉണ്ടാവും. ജയിക്കോ? ഇല്ല, ജയിക്കില്ല. കാരണം എന്താണ്, നമുക്ക് അഗ്രിഗേറ്റീവ് ആയിട്ട് നമുക്ക് 200 മാർക്ക് വേണം, എന്ന് വെച്ചാൽ 50% വേണം. 400 15% എത്രയാണ്? 200 ആണ്. സോ 200 മാർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് എന്താണ് എക്സാം പാസ്സാവാൻ പറ്റുള്ളൂ. അയ്യോ 200 മാർക്ക് നേരെ പകുതി മാർക്ക് മേടിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് എക്സാം ആണ്? നിങ്ങൾക്ക് ചോദിക്കുന്നത് എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പിന് വെച്ചാൽ MCQ എന്താണ് ഫിൽ ഇൻ ദ ബാങ്ക്സ് മാനേജ് MCQ ടൈപ്പാണ് കൂടുതലും വരുന്നത്. അപ്പം ഈ MCQ ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. സോ നിങ്ങൾ എന്താണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വിചാരിക്കേണ്ട, കുറച്ച് ടഫ് ഉണ്ടാവും. സോ 2 മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ ഒറ്റ ദിവസം 1 ഡേ എക്സാം ആണ് നിങ്ങൾക്കുള്ളത്. മോർണിംഗ് 2 പേപ്പർ, ഈവനിങ് 2 പേപ്പർ, ഇങ്ങനെ എന്താണ് മോർണിംഗ് ഈവനിങ് ആയിട്ട് നമ്മുടെ ഒറ്റ ദിവസം കൊണ്ട് CMA ഫൗണ്ടേഷൻ എക്സാം നമുക്ക് തീരും. അപ്പം ഇതില് നിങ്ങൾക്ക് ഒരു 100 ചോദ്യം, 2ന് 50 100 ചോദ്യം ഉണ്ടല്ലോ. 100 ചോദ്യത്തില് ഒരു 80 ചോദ്യം എനിക്ക് അടുത്തുള്ളൂ, ബാക്കി 20 ചോദ്യം ഞാൻ എഴുതണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. നിങ്ങൾക്ക് 80 ചോദ്യം ഇറങ്ങുന്ന നിങ്ങൾ 80 എഴുതുക, ഈ 20 ചോദ്യം നിങ്ങൾക്ക് കറക്കി കുത്താം. ഓക്കെ, കാരണം എന്താണ് നെഗറ്റീവ് മാർക്കില്ല, നോ നെഗറ്റീവ് മാർക്കിംഗ്. സോ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് 100 ചോദ്യം തന്നെ അറ്റൻഡ് ചെയ്യണം. പക്ഷെ അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ അറിയില്ലാത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ
പാടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ സ്റ്റഡീസ് ഒക്കെ തുടങ്ങാനായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റഡീസ് തുടങ്ങാനായി. ഓക്കെ, കോഴ്സ്. അപ്പൊ ഞാൻ എങ്ങനെ പഠിക്കണം? നിങ്ങൾക്ക് ഒന്നെങ്കിൽ സെൽഫ് സ്റ്റഡി നടത്താം. ഓക്കെ, സെൽഫ് സ്റ്റഡി നടത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോച്ചിങ്ങിന് പോവാം. കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കാം എന്ന് വെച്ചാൽ ഓഫ്ലൈൻ. അല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ ആയിട്ട് എടുക്കാം. ഓൺലൈൻ തന്നെ രണ്ട് വിധമുണ്ട്. ഒന്ന് ലൈവ് എടുക്കാം, ലൈവ് ക്ലാസ് എടുക്കാം. അതല്ല നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻ എടുക്കാം, റെക്കോർഡ് സെഷൻ എടുക്കാം. ഇതിൽ ഏതാണ് നല്ലത് ചോദിച്ചാൽ 4 നല്ല മെത്തേഡാണ്. പക്ഷെ അതെന്താണ്, ഓരോ സ്റ്റുഡൻസ് വരെ നിങ്ങൾ നല്ല കാലിബർ ഉള്ളവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ സെൽഫ് സ്റ്റഡി. പക്ഷെ സെൽഫ് സ്റ്റഡി ഞാൻ പ്രൊമോട്ട് ചെയ്യില്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലബസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങള്, അതുപോലെ തന്നെ എക്സാമിന് എന്താണ് മെന്റേഴ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടുള്ളവരും എന്താണ് ടീച്ചിങ് എക്സ്പീരിയൻസ് മുഖേന ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് ഏകദേശം ഒരു ധാരണ, അല്ലെങ്കിൽ ഏത് മോഡൽ വരുമെന്ന് ഏകദേശം ഒരു ധാരണ കിട്ടും. സോ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് സിമ്പിൾ തന്നെത്താനെ പഠിക്കുമ്പോൾ ഈ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് എന്താണ്, ഞാൻ പേഴ്സണലി എന്റെ പോയിന്റ് ഓഫ് വ്യൂല് മൈ പോയിന്റ് ഓഫ് വ്യൂ നോട്ട് ഗുഡ്. ഈ സെൽഫ് സ്റ്റഡി എന്ന മെത്തേഡ് എന്റെ പോയിന്റ് ഓഫ് വ്യൂ നല്ലതല്ല. ഓക്കെ, ചീത്ത മെത്തേഡാണ്. കോച്ചിങ് സെന്ററിൽ പോവാം, ഓക്കെ, ഈവൻ നല്ലതാണ്. പക്ഷെ ഇത് ആർക്കാണ്? ഫോർ ഫ്രഷേഴ്സ് ആണ്. ഫ്രഷേഴ്സിനാണ് ഇത് ബെനിഫിറ്റ്. നിങ്ങൾ തുടക്കമാണ്, നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ടാണെങ്കിൽ കുറച്ചുകൂടി ഉത്തമമാണ്. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ റിപ്പീറ്റർ ആണ്, ഇങ്ങനെയല്ല കുറച്ച് നിങ്ങൾ ആവറേജ് സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ഒരു 35 to 15 ഉള്ള പേഴ്സൺ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല ലൈവ് ക്ലാസ്സോ നല്ല റെക്കോർഡ് ക്ലാസ്സോ കിട്ടിയാൽ നിങ്ങൾക്ക് മേടിച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ പറ്റും കേട്ടോ. അത് നിങ്ങൾക്ക് നല്ലൊരു ഉപകാരപ്പെടുന്ന കാര്യമാണ്. കാരണം ഇതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് പഠിക്കാം നമുക്ക്. സോ അതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ ട്രാവലിംഗ് ടൈം നിങ്ങൾക്ക് ഫ്രീ കിട്ടും. ട്രാവലിംഗ് ടൈമിംഗ് ഉണ്ടാവില്ല, ട്രാവലിംഗ് ടൈം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ആ 1 മണിക്കൂർ 2 മണിക്കൂർ അല്ല അരമണിക്കൂർ 20 മിനിറ്റ് ആയാലും നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാനോ നിങ്ങൾക്ക് വേറെ ആക്ടിവിറ്റിക്കോ കിട്ടും. ഓക്കെ, അപ്പൊ ട്രാവലിംഗ് ടൈം ഒഴിവായി കിട്ടും. അത് മാത്രമല്ല, ഇനി ലൈവ് വീഡിയോ അല്ല, നിങ്ങൾ റെക്കോർഡ് എടുക്കണമെങ്കിൽ നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ വീഡിയോ. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പഠിക്കാം, കുറച്ച് കുറവ് പഠിക്കണമെങ്കിൽ കുറച്ച് കുറവ് പഠിക്കാം. എന്ത് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് പഠിക്കാം. അപ്പം എന്താണ്, റെക്കോർഡ് ക്ലാസ് മേടിക്കുമ്പം മൊത്തം കാണുന്നുണ്ടോ? ഞാൻ പല ക്ലാസ്സും മേടിച്ചിട്ടുണ്ട്, അതെനിക്ക് വർക്കായിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നിങ്ങളുടെ റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം. സോ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹിൽസ്റ്റാറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ്, ഹിൽസ്റ്റാറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 4 പേപ്പർ കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, കോംബോ പാക്കായിട്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചാണെങ്കിൽ CMA ഫൗണ്ടേഷന് എത്രയാണ് ഫീസ് വാങ്ങാൻ നിങ്ങൾക്കറിയാം. ഓക്കെ, എന്നായാലും എബോട്ട് എന്താണ് 20,000 മുകളിലാണ് സാധാരണ ഫീസ് വരിക. ഓക്കെ, എന്നാൽ നമ്മൾ നൽകുന്ന കോഴ്സിന്റെ വെൽത്ത് എന്ന് പറയുന്നത്, നമ്മുടെ കോഴ്സിന്റെ ഫീസ് നോർമൽ ഫീസ് എന്ന് പറയുന്നത് 25,000 ആണ്. ഓക്കെ, എന്നാൽ എന്താണ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 50 സ്റ്റുഡൻസിന് 80% ഓഫില് നമുക്ക് വെറും എത്രയാണ് 5,000 റുപ്പീസിനാണ് കൊടുക്കുന്നത്. വെറും 5,000 റുപ്പീസിന് 4 പേപ്പേഴ്സ് കൊടുക്കണം. ഇത് ആർക്കൊക്കെ ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ ഫ്രഷേഴ്സിന് ജോയിൻ ചെയ്യാം, ഫ്രഷേഴ്സിന് ജോയിൻ ചെയ്യാം, റിപ്പീറ്റേഴ്സിന് ജോയിൻ ചെയ്യാം. ഓക്കെ, റിപ്പീറ്റേഴ്സിനും ജോയിൻ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും വേർതിരിവില്ലാതെ ഒരേ രീതിയിൽ പഠിപ്പിക്കുന്നു. ഒരേ രീതിയിൽ പഠിപ്പിക്കുമ്പോൾ എനിക്ക് കുറച്ച് ടൈം കുറവ് പോരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷനും അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഫ്രഷേഴ്സിന് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ രീതിയിലും പഠിപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് 2 പേർ കൂട്ടർക്കും ഒരേപോലെ മനസ്സിലാവും. ഇപ്പം റിപ്പീറ്റേഴ്സ് ആണ് ഓർത്ത് എല്ലാവർക്കും കൺസെപ്റ്റ് ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതും പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്തേക്കണേ. അപ്പൊ ഇത് എങ്ങനെ സാറെ ജോയിൻ ചെയ്യുക? ജോയിൻ ചെയ്യാൻ സിമ്പിൾ ആണ് മക്കളെ. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നൽകുന്നതാണ്. ഓക്കെ, അതിന്റെ ഗൈഡൻസ് കറക്റ്റ് ആയിട്ടാണ് 8921240354 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ CMA ഫൗണ്ടേഷൻ റെക്കോർഡ് എനിക്ക് വേണം, അല്ലെ റെക്കോർഡ്സ് തരാമോ. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഏതാണ് ക്ലാസ്സസ് നേരത്തെ റെക്കോർഡ് ചെയ്ത 2014 സിലബസ് ആണോ? 2014 സിലബസ് 2022 സിലബസ് തന്നെയാണ് ഈ റെക്കോർഡ് സെഷൻ ഉണ്ടാവുക കേട്ടോ.
അത് മാത്രമല്ല മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു റിപ്പീറ്റേഴ്സിനും കൂടി ഉപകാരപ്പെടുന്നത്. സോ റിപ്പീറ്റേഴ്സിന് ഉപകാരപ്പെടുന്ന വെച്ചാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ റെക്കോർഡ്സ് വരിക. ഓക്കെ, എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ. കാരണം ആദ്യത്തെ 50 സ്റ്റുഡൻസിന് മാത്രം 5000, 51 ആയ എത്രയാവും നമ്മള് 25 അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ കറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് 5000 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഇൻസ്റ്റാൾസ് നിങ്ങൾ വരുന്നത് 51ാമത്തെ സ്റ്റുഡന്റ് ആയിട്ടാണ് വരണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം 5000 എന്ത് ചെയ്യാം റിസൾട്ട് വന്നതിന്റെ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5000 തന്നെ ചെയ്യാം. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളും 25,000 നൽകേണ്ടി വരും. ഓക്കെ, ഇൻസ്റ്റാറിന്റെ സ്റ്റുഡൻസിനുള്ള ഓഫറാണ്. നിങ്ങൾ 51, 101, 201ാമത്തെ സ്റ്റുഡന്റ് ആയിട്ട് വന്നാലും റിസൾട്ട് പബ്ലിഷ് ചെയ്തതിനു ശേഷം ഒരാഴ്ച വരെ ടൈം ഉണ്ട്. ആ സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം 5000 പഠിക്കാം. ഫ്രഷേഴ്സ് ആണെങ്കിലും നിങ്ങൾക്കും ഇപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 5000 തന്നെ പഠിക്കാം കേട്ടോ. പിന്നെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുക്കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സൈഡിൽ നിന്ന് എടുത്ത് തന്നെയായിരിക്കും നമ്മുടെ സ്റ്റുഡൻസിന് കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇന്നും CMA അല്ലെങ്കിൽ CA റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ഇടുന്നത്. ബികോം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. സോ എന്ത് ചെയ്യാം, ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. CMA CA സ്റ്റുഡൻസ് ഒക്കെ അതിന്റെ പവർ കാണിട്ട് നമ്മൾക്ക് എത്രമാത്രം ഇതാണ് നമ്മളുടെ ആക്റ്റീവ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലൈക്ക് ബട്ടൺ കാണും പറയട്ടെ കേട്ടോ. എത്രമാത്രം ഇൻട്രസ്റ്റിലാണ് നമ്മൾ ഇത് പഠിക്കുന്നത്, എത്രമാത്രം കഷ്ടപ്പെട്ടാണ് CMA പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, CMA ഫൗണ്ടേഷൻ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താണ് പേഴ്സണലി ഒരു എൻകറേജ്മെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ വീഡിയോസ് ക്രിയേഷൻ ചെയ്യാനും ഇതൊക്കെ ചെയ്യാനും. കാരണം നിങ്ങളുടെ സൈഡിനും കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വീഡിയോ ഇടാൻ പറ്റുള്ളൂ. കാരണം നമുക്കൊരു എൻകറേജ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വീഡിയോ ഇടാനുള്ള മൂടേ പോകും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക. CMA ഫൗണ്ടേഷൻ താഴെ CMA ഫൗണ്ടേഷൻ 2024 താഴെ കമന്റ് ചെയ്യുക കേട്ടോ. കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് CMA ഫൗണ്ടേഷൻ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. See you.